കഥ ഹൃദയജാലകം തുറന്നപ്പോൾ പാർട്ട് 34. രചന ശാലിനി എ. അവിടെ ജാലകത്തിനടുത്ത് പുറംതിരി നിൽക്കുന്ന ഒരുവൻ അവനരികിലേക്ക് നടക്കുന്തോറും മാധവിൻ്റെ നെഞ്ചി പെരുമ്പുറ കെട്ടാൻ തുടങ്ങി. ഒപ്പം മുറുകുന്ന ഹൃദയയുടെ കൈയും. മാധവ് ജാലകത്തിനടുത്തെത്തിയതും പുറംതിരി നിൽക്കുന്നവൻ അവൻ്റെ നേർക്ക് തിരിഞ്ഞതും ഒരുമിച്ചായിരുന്നു. മോനെ ആകാശ്! അതൊരു നിലവിളിയായിരുന്നു. കൊച്ചേട്ടാ എന്ന വിളിയോടെ മാധവിൻ്റെ കൈത്തണ്ടയിൽ പിടിവിട്ടും കൊണ്ടവൾ ആകാശിൻ്റെ നെഞ്ചിലേക്ക് വീണു. തുടർന്ന് വായിക്കുക. തൻ്റെ നെഞ്ചിലേക്ക് വീണവളെ കണ്ടു ആകാശ് ഒരു നിമിഷം ഞെട്ടിപ്പോയി. ജോലയല്ലേ ഇത്? പക്ഷേ ഇവൾ തന്നെ എന്തോ വിളിച്ചല്ലോ. അങ്ങനൊരു വാക്ക് ജോല വിളിക്കുന്നതായി കേട്ടിട്ടില്ല. എന്നാൽ ഹൃദയ കൊച്ചേട്ട എന്ന് വിളിക്കുന്ന സമയത്ത് തലയ്ക്കുള്ളിൽ എന്തോ ഒരു സ്പാർക്ക് വീഴുന്നത് അവൻ അറിയുന്നുണ്ട്. എന്നാൽ ഉറക്കത്തിൽ കണ്ട സ്വപ്നം ഉണർന്നു നിൽക്കുമ്പോൾ ഓർക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നത് പോലെ ഇതും അവന് ഓർക്കാൻ വളരെ ബുദ്ധിമുട്ട് തോന്നി. കൊച്ചേട്ടാ, എവിടെയായിരുന്നു ഇത്രയും നാളും? ഞങ്ങളൊക്കെ സങ്കടപ്പെടുത്തിയിട്ട് എവിടേക്കാണ് പോയത്? തൻ്റെ നെഞ്ചിൽ മുഖമിട്ടുരുട്ടി കരയുന്നവളെ എന്ത് പറഞ്ഞാൽ ആശ്വസിപ്പിക്കേണ്ടതെന്നറിയാതെ അവൻ ഉയറി. ഹൃദയ മാറിൽ നിന്നും മുഖമുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. താടിയും മുടിയും വളർത്തി എൻ്റെ കൊച്ചേട്ടനെ കണ്ടാൽ ഒരു ഭ്രാന്തനെ പോലെയായി. അവൾ കൈ എത്തിച്ച് അവൻ്റെ താടിയിലും മുടിയിലും എല്ലാം തലോടി. പിന്നെ തിരിഞ്ഞു മാധവിനെ നോക്കി. വല്യേട്ടാ, കൊച്ചേട്ടനോട് ഒന്നും മിണ്ടില്ല. എന്താ എൻ്റെ കൊച്ചേട്ടന് പറ്റിയത്? നമ്മളെയൊക്കെ വെറുത്തോ? അവളുടെ സങ്കടവും പ്രവൃത്തിയും അവിടെ നിൽക്കുന്നവരിൽ എല്ലാം വിഷമം നിറയ്ക്കുന്ന കാഴ്ചയായിരുന്നു. മാധവ് അവനരികിലേക്ക് നടന്നു ചെന്നു. മോനെ, എവിടെയായിരുന്നടാ നീ ഇതുവരെ? ആകാശ് നിസ്സഹായതയോടെ മാധവിനെ നോക്കി. അതോടെ കാളിദാസ് മുന്നോട്ട് വന്നു. മാധവ്, അന്നത്തെ ആക്സിഡൻറ്റിൽ ആകാശിന് അവൻ്റെ പാസ്റ്റ് ഒന്നും ഓർമ്മയില്ല. അവൻ്റെ പേര് പോലും ഓർമ്മയില്ല. തുടർന്ന് കാളിദാസ് ആകാശിനെ കണ്ടെത്തിയത് എങ്ങനെയെന്ന് അവരോട് വിവരിച്ചു. എല്ലാം കേട്ട് മാധവും ഹൃദയയും തളർന്നു നിന്നു. ആകാശ് മാധവിൻ്റെയും ഹൃദയയുടെയും കൈകളിൽ പിടിച്ചു. എന്നോട് ക്ഷമിക്കണം, എനിക്ക് ആരെയും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നിങ്ങളെല്ലാവരും എന്നെ ആകാശ് എന്ന് വിളിക്കുന്നു. അത് ഞാൻ തന്നെയാണോ എന്ന് പോലും എനിക്കറിയില്ല. നിങ്ങളുമായി എനിക്കുള്ള ബന്ധം എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ രണ്ടുപേരും കരയുമ്പോൾ എനിക്ക് സങ്കടം വരുന്നുണ്ട്. അത് പക്ഷേ തിരിച്ചറിവിൻ്റെ സങ്കടമല്ല, നിങ്ങളുടെ വേദന എൻ്റെ മനസ്സ് ഏറ്റെടുക്കുന്നതാണ്. അവൾ ഹൃദയയുടെ നേർക്ക് തിരിഞ്ഞു. മോളെ, അനിയത്തിയാണെന്നറിയാം. നമ്മൾ മുൻപ് എങ്ങനെയാണ് കഴിഞ്ഞിരുന്നത് എന്ന് എനിക്കറിയില്ല. ഞാൻ നിന്നെ എങ്ങനെയാണ് സ്നേഹിച്ചിരുന്നത് എന്ന് എനിക്കറിയില്ല. നമ്മൾ വഴക്ക് കൂടിയിരുന്നോ അതും അറിയില്ല. എന്നാൽ നിൻ്റെ കൊച്ചേട്ട എന്നുള്ള വിളിയുണ്ടല്ലോ, അതിൻ്റെ തലച്ചോറിൽ എവിടെയൊരു മിന്നലുണ്ടാക്കുന്നുണ്ട്. അടുത്ത നിമിഷം തന്നെ അത് എനിക്ക് ഓർത്തെടുക്കാൻ പറ്റാത്ത വിധം ഇരുളിൽ അരിയുന്നത് പോലെ. ഇതെൻ്റെ പുനർജന്മമാണ്. കഴിഞ്ഞ ജന്മത്തിലെ ഓർമ്മകൾ തിരിച്ചു കിട്ടാത്തതുപോലെ. അതുപോലെ ഒരു ജന്മം. ഹൃദയ നിസ്സഹായതയോടെ അവനെ നോക്കി. മാധവിൻ്റെ മുഖത്തും വേദന നേരിച്ചിരുന്നു. മാധവ് അവൻ്റെ തോളിൽ ഒന്ന് തട്ടി പിന്നെ പതിയെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. എൻ്റെ കുട്ടി, വിഷമിക്കരുത്. ഈ ലോകത്തിൻ്റെ ഏത് അറ്റത്ത് വേണമെങ്കിലും കൊണ്ടുപോകും ഞാൻ. കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ചികിത്സ തന്നെ കണ്ടുപിടിച്ചു തരും. ഇങ്ങനെയെങ്കിലും തിരിച്ചു തന്നല്ലോ ദൈവം. അച്ഛനോടും അമ്മയോടും തൽക്കാലം ഇതിനെക്കുറിച്ചൊന്നും പറയണ്ട. അമ്മയെ നീ അറിയുന്നില്ലെന്ന് പറഞ്ഞാൽ ആ പാവത്തിൻ്റെ ഹൃദയം അത്രയും വേദനിക്കും. അത് ശരിയാണ്, നിങ്ങളിരിക്കെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാളിദാസ് പറഞ്ഞത് കേട്ട് മുറിയിലുള്ള സോഫയിലേക്ക് മാധവ് ആകാശിനെ പിടിച്ചിരുത്തി. കൂടെ അവനും ഇരുന്നു. ഓപ്പോസിറ്റ് ചെയറുകളിൽ കാളിദാസും ബാലുവും ഇരുന്നു. ഹൃദയ ബെഡിലേക്ക് ഇരുന്നപ്പോൾ ആ കൂടെ കാളിന്തിയും ഇരുന്നു. എന്നാൽ ഇനി നിങ്ങൾ താഴേക്ക് ചെന്ന് ചായ എടുത്ത് വയ്ക്കൂ, അപ്പോഴേക്കും ഞങ്ങളെത്താം. അമ്മയും ചെറിയമ്മയും നോക്കിക്കൊണ്ട് കാളിദാസ് പറഞ്ഞതും അവർ രണ്ടുപേരും താഴേക്ക് പോയി. പിന്നാലെ ഗോപകുമാറും മുരളീനാഥും. ഇന്ദുമോളെ, നീ ഹൃദയയും കൊണ്ട് താഴേക്ക് വയ്ക്കോ. അതോടെ കാളിന്തി ബെഡിൽ നിന്നും ഹൃദയയുടെ കൈപിടിച്ച് എഴുന്നേറ്റു. തിരിഞ്ഞു നടക്കുമ്പോൾ നിറഞ്ഞു തുളുമ്പുന്ന മിഴികൾ മറ്റാരും കാണാതെ തുടയ്ക്കുന്നുണ്ട് കാളിന്തി. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? പനിയോ മറ്റോ ഉണ്ടോ? സ്റ്റെയർ ഇറങ്ങുമ്പോൾ ഹൃദയ ചോദിച്ചു. ഇന്നലെ രാത്രി നല്ല തലവേദനയായിരുന്നു, അതിൻ്റെയാണ്. ആകാശേട്ടനെ കണ്ടപ്പോൾ ചേച്ചിക്ക് സന്തോഷമായില്ലേ? എൻ്റെ സന്തോഷം എത്രത്തോളമുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ കാളിന്തി. ഇങ്ങനെ ഒരാൾ ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെന്ന് കരുതിയതല്ലേ. നഷ്ടപ്പെട്ടെന്ന് തോന്നിയിടത്തു നിന്നും തിരിച്ചു കിട്ടുമ്പോഴുള്ള സന്തോഷമുണ്ടല്ലോ. മനസ്സ് മുഴുവൻ നിറഞ്ഞു തുളുമ്പുന്ന വേദന സന്തോഷം കൊണ്ടാണ്. കൊച്ചേട്ടൻ പോയതിൽ പിന്നെ ഞാൻ വല്യേട്ടനെ വല്യേട്ട എന്ന് വിളിച്ചിട്ടില്ല. അങ്ങനെ വിളിക്കുമ്പോൾ വീട്ടിൽ കൊച്ചേട്ടൻ്റെ ഒരു ഓർമ്മ എല്ലാവർക്കും വരും. അതോടെ അമ്മ കരച്ചിലാവും. അമ്മയുടെ വിഷമം കണ്ടു നിൽക്കാൻ കഴിയാതെ ഏട്ടൻ തന്നെ പറഞ്ഞു, ഇനി വല്യേട്ടൻ എന്ന് വിളിക്കരുതെന്ന്. ഹൃദയജിക്കോ കൂടുതൽ ഇഷ്ടം ആരെയാ? കാളിന്തിയുടെ ചോദ്യം കേട്ടതും ഹൃദയ ഒന്ന് ചിരിച്ചു. ഞാനും കൊച്ചേട്ടനും 6 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്.
എന്നാൽ കൊച്ചേട്ടനും വലിയേട്ടനും 2 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. എനിക്കും കൊച്ചേട്ടനും വലിയേട്ടൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ്. കണ്ടില്ലേ 2 വയസ്സിന് താഴെയുള്ള അനിയനെ മോനെ എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള വലിയേട്ടനോട് എനിക്കെന്നും ബഹുമാനമാണ്. എൻ്റെ എല്ലാ വാശിക്കും കൂട്ടി നിൽക്കുന്നത് കൊച്ചേട്ടനാണ്. അടികൂടുന്നതും ഞങ്ങൾ 2 പേരും കൂടിയാണ്. എന്നെ ഒത്തിരി ഇഷ്ടമാണ് എൻ്റെ കൊച്ചേട്ടന്. അത് പറയുമ്പോഴേക്കും ഹൃദയ കരഞ്ഞു പോയിരുന്നു. ചേച്ചി കരയണ്ട, ആകാശേട്ടനെ തിരിച്ചു കിട്ടിയല്ലോ. ഇന്നലെ മുതൽ ആകാശേട്ടൻ ഈ വീട്ടിലുണ്ട്. ഞാൻ 1-2 വട്ടം അടുത്തു പോയതാ. ചെറുതായി ഒന്ന് ചിരിച്ചു എന്നല്ലാതെ എന്നോടൊന്നും പറഞ്ഞില്ല. ഏട്ടന്മാർ ചെന്നൈയിൽ പഠിക്കുമ്പോൾ വെക്കേഷനൊക്കെ ആകുന്ന സമയത്ത് ആകാശേട്ടനും അവരുടെ കൂടെ വരുമായിരുന്നു. എന്നോട് ഒത്തിരി സ്നേഹമായിരുന്നു ആ ഏട്ടന്. എൻ്റെ കൊച്ചേട്ടൻ്റെ കൂടെ ഒരു മുറിയിലാണ് കിടന്നിരുന്നത്. കൊച്ചേട്ടൻ വഴക്കടിക്കുന്ന പോലെ എല്ലാം ആകാശേട്ടനോടും എന്നോട് വഴക്കിക്കൂടും. ഇപ്പോൾ കാണുമ്പോൾ വെറുതെ ഒന്ന് ചിരിക്കുന്നു എന്നല്ലാതെ ഒന്നും മിണ്ടുന്നില്ല. പറഞ്ഞു തീരുമ്പോഴേക്കും കാളിന്തിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഉരുണ്ട് വീണു തുടങ്ങി. വിഷമിക്കേണ്ട കാളിന്തി, ഏട്ടൻ്റെ ഓർമ്മ വരുമ്പോൾ എല്ലാം ശരിയാവുമായിരിക്കും. ഹൃദയ അത് പറഞ്ഞ് തിരിഞ്ഞതും പുറത്തുനിന്നും ജ്വാല കയറി വന്നതും ഒരുമിച്ചായിരുന്നു. ഹൃദയ എപ്പോൾ വന്നു? കുറച്ചു നേരമായി. ഏട്ടനെ കണ്ടപ്പോൾ സന്തോഷമായോ? ജ്വാല അങ്ങനെ ചോദിച്ചും ഹൃദയ അവളുടെ മുഖത്തേക്ക് മിഴിച്ചു നോക്കി. നമ്മുടെ 2 പേരുടെയും ഏട്ടനല്ലേ പെണ്ണേ, അതിനെനിക്ക് മാത്രമാണോ സന്തോഷം? തൊണ്ടക്കുഴി വരെ മാത്രമേ ആ ചോദ്യം എത്തിയുള്ളൂ, പുറത്തേക്ക് വന്നില്ല. കാളിന്തി ഇന്ന് കൂടി ക്ലാസ്സില്ലട്ടോ. ഞാൻ ആകാശേട്ടനെ കാണാമെന്ന് കരുതി വന്നതാ. നാളെ മുതൽ നമുക്ക് ക്ലാസ് തുടങ്ങാം. കാളിന്തി പതിയെ തലയാട്ടി. ഞാനൊന്ന് കണ്ടിട്ട് വരാട്ടോ. അത് പറഞ്ഞ് കയ്യിലെ ബാഗ് സോഫയിൽ വെച്ച് ജ്വാല സ്റ്റെപ്പ് കയറി മേലേക്ക് പോയി. ഈ സമയം കാളിദാസ് അവനറിയുന്ന കാര്യങ്ങളെല്ലാം മാധവുമായി പങ്കുവച്ചിരുന്നു. അപ്പോൾ ആകാശിൻ്റെ ആക്സിഡൻറ്റിന് പിന്നിൽ അമ്മാവനും സൂരജിനും പങ്കുണ്ടാവുമോ? മാധവ് സംശയത്തോടെ കാളിദാസിനെ നോക്കി. അതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടിയിരിക്കുന്നു. 1 മാസം നിൻ്റെ മുന്നിലേക്ക് വെച്ച് തരികയാണ്. അതിനുള്ളിൽ ഞാൻ കണ്ടെത്തിയിരിക്കും. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നടക്കുന്ന ചതിയുടെ പിന്നിലും സൂരജിൻ്റെ പങ്കുണ്ടെന്ന് കുറേയൊക്കെ വ്യക്തമായി കഴിഞ്ഞു. തെളിവ് സഹിതം പൂട്ടണം അവനെ. അവൻ തനിച്ച് ഇതൊന്നും ചെയ്യില്ല. അവനെ മുൻനിർത്തി ചരട് വലിക്കാൻ അവൻ്റെ പിന്നിൽ ആളുണ്ട്. അവരെയാണ് കണ്ടെത്തേണ്ടത്. കണ്ടെത്തും മാധവ്. കുറ്റം ചെയ്തവർക്ക് കാളിദാസിൻ്റെ കോടതി മാപ്പില്ല. അയാൾ എന്നാലും എൻ്റെയും ചോരയുടെയും DNA ടെസ്റ്റിന് കൊടുത്ത സാമ്പിൾ അവൻ എന്തിനു മാറ്റിയത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ജ്വാല വാതിലിനടുത്തെത്തി ഡോറിൻ്റെ ഹാൻഡിൽ കൈവച്ച നിമിഷമാണ് അകത്തു നിന്നും മാധവിൻ്റെ ചോദ്യമുയർന്നു കേട്ടത്. മാധവിൻ്റെ ചോദ്യം അവൾ വ്യക്തമായി കേട്ടിരുന്നു. അതുകൊണ്ട് തന്നെ വാതിൽ തുറക്കാതെ അവൾ അവിടെ തന്നെ നിന്നു. DNA ടെസ്റ്റോ? എൻ്റെയോ? എന്തിന്? അവൾക്കൊന്നും മനസ്സിലായില്ല. ഇവർ പറയുന്ന ജ്വാല താൻ തന്നെയാണോ? തന്നെക്കുറിച്ച് തന്നെയാണോ ഇവർ പറയുന്നത്? അടുത്തതായി അവർ പറയുന്നത് കേൾക്കാൻ ജ്വാല ചെവി കുറിപ്പിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ മാധവ് 20 വർഷം മുമ്പ് നടന്ന ആക്സിഡൻറ്റിലും നിങ്ങളുടെ അമ്മാവിന് പങ്കുണ്ടെന്ന് ഞാൻ പറയും. ചിലപ്പോൾ എല്ലാവരെയും ഒന്നിച്ചു തീർക്കാൻ ആവും അയാൾ ലക്ഷ്യമിട്ടിട്ടുണ്ടാവുക. സംഭവിച്ചത് വേറെ തരത്തിൽ ആയിപ്പോയി. നിങ്ങളുടെ കുഞ്ഞിനെ അപ്പുറത്തെ കാറിൽ ഉള്ളവർക്ക് കിട്ടി. അവരുടെ കുഞ്ഞിൻ്റെ മൃതശരീരം നിങ്ങൾക്കും കിട്ടി. ദാസ് പറയുന്നത് ശരിയാവാം. അമ്മാവൻ മനഃപൂർവ്വം ചെയ്ത ആക്സിഡൻ്റ് ആയിരിക്കും അത്. ഞങ്ങളെ എല്ലാവരെയും കൊല്ലണമെന്ന് അമ്മാവൻ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അതിന് പിന്നിൽ ശക്തമായ ഒരു കാരണമുണ്ടായിരിക്കണം. അത് കണ്ടെത്തേണ്ടതാണ് ഇപ്പോഴെൻ്റെ അത്യാവശ്യമായി മാറിയിരിക്കുന്നു. മാധവ് ഒറ്റയ്ക്കല്ല, ഞങ്ങളുണ്ട് കൂടെ. ബാലു മാധവിൻ്റെ പുറത്തു തട്ടിക്കൊണ്ട് പറഞ്ഞു. ജ്വാല എൻ്റെ സ്വന്തം സഹോദരിയാണെന്ന സത്യം അമ്മാവന് വ്യക്തമായി അറിയാം. ആ രഹസ്യം ഞാൻ അറിയരുതെന്ന് അമ്മാവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ കാരണം വലുതായിരിക്കും ദാസ്. ഇതിപ്പോൾ DNA ടെസ്റ്റ് നടത്തിയില്ലെങ്കിലും അവൾ എൻ്റെ അനിയത്തിയാണെന്ന് തെളിയിക്കാൻ ഒരു സർട്ടിഫിക്കറ്റിൻ്റെയും ആവശ്യമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ജ്വാലയുടെ വീട്ടിൽ പോയിരുന്നു. അവളുടെ അച്ഛനുമായി ഞാൻ സംസാരിച്ചു. സെൻസസ് എടുക്കാൻ പഞ്ചായത്തിൽ നിന്ന് വന്ന അധ്യാപകനായിട്ടാണ് ഞാൻ അവിടേക്ക് കയറി ചെന്നത്. 30 വർഷത്തിനുള്ളിൽ നടന്ന ആക്സിഡൻറ്റുകളെക്കുറിച്ചുള്ള കണക്കെടുപ്പാണെന്ന് ഞാൻ പറഞ്ഞത്. അതോടെ അദ്ദേഹം എന്നോട് എല്ലാം പറഞ്ഞു. അന്നത്തെ യാത്രയിൽ ഞങ്ങളുടെ കാറിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ച അദ്ദേഹത്തിൻ്റെ കാറും ഞങ്ങൾക്കൊപ്പം അപകടത്തിൽപ്പെടുകയായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് തെറിച്ചുപോയ കുഞ്ഞ് ചെന്ന് വീണത് കത്തിപ്പടർന്ന അഗ്നികുണ്ഡത്തിലേക്കാണ്. ആ കാറിലും ഞങ്ങളുടെ കുട്ടികളുടെ പ്രായത്തിൽ ഒരു കുഞ്ഞുള്ളത് ഞങ്ങൾക്കറിയില്ലായിരുന്നു. അവരുടെ കുഞ്ഞാണെന്നത്തെ ആക്സിഡൻറ്റിൽ പൊള്ളരിട്ട് മരിച്ചത് ദാസ്. നിനക്കറിയോ അവൾ മരിച്ചുപോയെന്ന് കരുതി ഞങ്ങളത്ര കരഞ്ഞിട്ടുണ്ടെന്ന്? ഈ നാട്ടിൽ വന്ന് ആദ്യമായി കോളേജിൽ വെച്ച് അവളെ ഞാൻ കണ്ടപ്പോൾ സത്യമായിട്ടും അത് ഹൃദയാണെന്ന് കരുതി ഇങ്ങനൊരു ട്വിസ്റ്റ് ഞാൻ
പ്രതീക്ഷിച്ചതല്ലല്ലോ. ഇതെല്ലാം ഞങ്ങളുടെ അച്ഛനും അമ്മയും അറിഞ്ഞാലുള്ള സന്തോഷം എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? മരിച്ചുപോയി എന്ന് കരുതിയ രണ്ടുപേരാണ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. എല്ലാം കേട്ട് തരിച്ചു നിൽക്കുകയാണ് ജ്വാല. കേൾവിശക്തി നഷ്ടപ്പെട്ടതുപോലെ, ചെവികൾ രണ്ടും കൊട്ടിയടയ്ക്കപ്പെട്ടതുപോലെ അവൾ ആ ഹാൻഡിലിൽ പിടിച്ച് തളർന്നു നിന്നു. പിന്നെ അവിടെ നിന്നും സാവധാനം ഗോവണി ഇറങ്ങി. താഴെത്തുമ്പോൾ ഹൃദയം കാളിന്തിയുടെ റൂമിലായിരുന്നു. അവൾ സോഫയിലിരുന്ന് തൻ്റെ ബാഗ് എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്ത് ഗേറ്റിന് പുറത്തേക്ക് പോകുമ്പോൾ അവളുടെ മനസ്സ് അവളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നുണ്ടായിരുന്നില്ല. കോളേജിലേക്ക് പോകാതെ അവൾ സ്കൂട്ടി വീട്ടിലേക്ക് വിട്ടു. 1-2 തവണ ബാലൻസ് കിട്ടാതെ വണ്ടി ഒന്ന് സ്ലിപ്പായെങ്കിലും അവൾ മുൻപോട്ട് പോവുക തന്നെ ചെയ്തു. മനസ്സിലപ്പോഴും മാധവിൻ്റെ വാക്കുകൾ പ്രതിധ്വനിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് അച്ഛനെയും അമ്മയെയും ഓർമ്മ വന്നു. അവരുടെ കരഞ്ഞു വീർത്ത കണ്ണുകൾ ഓർമ്മ വന്നു. 2 ദിവസമായിട്ടുള്ള അവരുടെ വേദന അത് വല്ലതും അറിഞ്ഞിട്ടാണോ? അമ്മയുടെ കണ്ണീരിനേക്കാൾ അവൾക്ക് വേദന തോന്നിയത് അച്ഛൻ്റെ മുഖം മനസ്സിൽ വന്നപ്പോഴാണ്. അവൾക്ക് നിമിഷം അച്ഛനെ കാണണമെന്ന് തോന്നി. അച്ഛനെ കെട്ടിപ്പിടിച്ച് ആ നെഞ്ചിൽ മുഖം ചേർത്ത് നിൽക്കണമെന്ന് തോന്നി. അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞ് മുഖം മനസ്സിൽ തെളിഞ്ഞു നിന്നതും മുന്നിലെ കാഴ്ചകളെല്ലാം അവളിൽ നിന്നും മാഞ്ഞുപോയി. റോഡിൻ്റെ ഏത് സൈഡിലാണ് വണ്ടി ഓടിക്കുന്നത് പോലും അവൾക്ക് ഓർമ്മയില്ലാതായി. ആ നിമിഷം അവൾക്ക് നേരെ പാഞ്ഞു വന്ന അപകടം അവൾ കണ്ടില്ല. മുന്നിൽ വരുന്ന ട്രാൻസ്പോർട്ട് ബസ്സിന് നേർക്ക് അവളുടെ സ്കൂട്ടി പാഞ്ഞു കയറുകയായിരുന്നു. ഡ്രൈവർ ബ്രേക്ക് ചവിട്ടുന്നതിന് മുൻപേ അപകടം നടന്നു. ഒരു ആർത്തനാദത്തോടെ അവൾ റോഡിന് അരികെ തെറിച്ചു വീണു.